അപ്പൊ ഇന്ന് നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നതാണ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് റിഫോംസ് ആൻഡ് അസസ്മെന്റ്. അതായത് നമ്മൾ പറഞ്ഞൂലേ, ഒരുപാട് പരിഷ്കരണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കി. ഓക്കെ, ഇനിയിപ്പോ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വിലയിരുത്തല്, ഒരു അസസ്മെന്റ് നടത്തലാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതുവഴിയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഡെവലപ്മെന്റ്സ്, എന്തൊക്കെ വികസനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. In economics, the growth of an economy is measured by the gross domestic product. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വഴിയായിട്ടാണ് നമ്മുടെ ഇക്കോണമിയുടെ ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. GDP, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തത്തിലുള്ളൊരു തുക അറ്റ് എ ഗീവൺ പീരിയഡ്, അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ. ഓക്കെ, അതിനാണ് എന്ത് GDP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്കോണമിയുടെ ഗ്രോത്ത്, വളർച്ച നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും GDP-യിലായിരിക്കും. The post 1991, India witnessed a rapid growth in GDP on a continual basis for 2 decades. അതായത് 1991 പോസ്റ്റ്, അതായത് അതിന് ശേഷം ഇന്ത്യ വിറ്റ്നസ്ഡ് എ റാപ്പിഡ് ഗ്രോത്ത്, അതായത് ഇന്ത്യ വളരെ നല്ലൊരു വളർച്ചാ നിരക്കാണ് കാണിച്ചതെന്നാണ് പറയുന്നത്. വളരെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് 1991 ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പോളിസീസ് എല്ലാം നടപ്പിലാക്കിയ ഒരു സമയമാണ്. അപ്പൊ ആ സമയത്തൊക്കെ GDP എന്ന് പറയുന്നത് വളരെയേറെ ഉയർന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡ്യൂറിങ് ദ റിഫോം പീരിയഡ് ദ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ ഹാസ് ഡിക്ലൈൻഡ്. റിഫോം പീരീഡിൽ അഗ്രികൾച്ചർ സെക്ടർ വളരെയേറെ ഡിക്ലൈൻ ചെയ്തു, അതായത് തകർന്നു. വൈൽ ഇൻഡസ്ട്രിയൽ സെക്ടർ വാസ് ഇൻ ഫ്ലക്ച്വേഷൻ. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏറ്റക്കുറിച്ചിലുകൾ അല്ലെ. അതായത് എന്താ പറയാ, ചിലപ്പോൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറയാം, പിന്നെ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും വളർച്ച, ഗ്രോത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. ഓക്കെ, ഗ്രോത്ത് ഓഫ് ദ സർവീസ് സെക്ടർ ഹാസ് ഇംപ്രൂവ്ഡ്. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇംപ്രൂവ്ഡ് ആയി, അതായത് അവിടെ ഒരുപാട് വളർച്ച കൂടുതൽ കാണിക്കുന്നുണ്ട്. ഗ്രോത്ത് നമുക്ക് കൂടുതൽ കാണാനായിട്ട്, ഇംപ്രൂവ്മെന്റ് എന്താണ്, അതായത് കുറഞ്ഞതിൽ നിന്നും ഇതിലേക്ക് കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. The opening of the economy has led to a rapid increase in foreign direct investment and foreign exchange reserves. അതായത് എന്തൊക്കെയാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഇതിലെല്ലാം നമ്മുടെ ഇക്കോണമിയുടെ വാതിൽ തുറന്നു കൊടുത്തു, അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് ഇൻക്രീസ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ ഉയർച്ച ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, ഒരു ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് റിഫോംസ്. GDP പോസ്റ്റ് 1991 ഇന്ത്യ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പരിഷ്കരണങ്ങൾ നടക്കുന്ന സമയത്ത് അഗ്രികൾച്ചർ സെക്ടർ ഡിക്ലൈൻ ചെയ്തു, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഫ്ലക്ച്വേഷൻസ് സംഭവിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ സർവീസ് സെക്ടർ എന്താണ്, കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയി. അതുപോലെ തന്നെ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്ലൂഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ ഫോറിൻ വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങളും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കമ്പനിയൊക്കെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ എന്താ പറയാ ഇക്കണോമിക്കലായിട്ടും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കും അല്ലെ നമ്മുടെ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലോ ഒക്കെ നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ഇത് രണ്ടും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. India becomes successful in exporting of auto parts, engineering goods, IT software and textiles in the reform period. Rising prices have also been kept under control. India becomes successful in exporting of, അതായത് ഇന്ത്യ വളരെ സക്സസ്ഫുൾ ആണ്. അതായത് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയറ്റുമതി ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് കയറ്റുമതി ചെയ്തിരുന്നത്? ഓട്ടോ പാർട്സ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, എഞ്ചിനീയറിംഗിന്റെ
സാധനങ്ങൾ, അതിന് IT സോഫ്റ്റ്വെയർ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻ ദ റിഫോം പീരീഡിൽ നമ്മുടെ ഇന്ത്യ എക്സ്പോർട്ടിങ് വഴിയായിട്ട് നമുക്ക് ഒരുപാട് ലാഭം കിട്ടി, അല്ലെങ്കിൽ ഒരുപാട് സക്സസ്ഫുൾ ആയി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റൈസിങ് പ്രൈസസ് ഹാവ് ബീൻ, അതായത് സാധനങ്ങളുടെ വില കൂടുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി, നമ്മുടെ കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങുന്നതായി. ഓക്കെ, പ്രൈസസ് എന്ന് പറയുന്നത് ഹാവ് ഓൾസോ ബീൻ കെപ്റ്റ് അണ്ടർ കൺട്രോൾ, നമ്മുടെ കൺട്രോളിൽ വരുത്താനായിട്ട് നമുക്ക് സാധിച്ചു. റിഫോം പ്രോസസ് ഹാസ് ബീൻ വൈഡ്ലി ക്രിട്ടിസൈസ്ഡ്, അതായത് റിഫോം പ്രോസസ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒരുപാട് ക്രിട്ടിസൈസ്, അത് നമുക്കറിയാം അല്ലെ, എന്തൊരു കാര്യം സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഒരുപാട് ക്രിട്ടിസിസം നമുക്ക് ലഭിക്കും. It does not fully address the areas of employment, agriculture, industry, infrastructure development and fiscal management. ഇതിലെന്താണ് പറയുന്നത്, അതായത് തൊഴിൽ, അതായത് എംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെ കൃഷി, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, വ്യവസായം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതുപോലെ തന്നെ ഈ ഫിസിക്കൽ മാനേജ്മെന്റ്, അതായത് എന്താ നമ്മുടെ ഫിസിക്കൽ, അതായത് മണി, അതായത് ധനനിർവഹണം എന്നീ മേഖലകളിലെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനായിട്ട് ഈ റിഫോം വഴിയായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഈ സാമ്പത്തിക പരിഷ്കരണം, ഈ റിഫോം പോളിസി വഴിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം, ഒരു വിമർശനം നമുക്ക് മറുഭാഗത്തു നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഏതൊക്കെ മേഖലകളിലാണ്? ഏരിയാസ് ഓഫ് എംപ്ലോയ്മെന്റ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫിസിക്കൽ മാനേജ്മെന്റ്. ഈ മേഖലകളിലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് ഈ സാമ്പത്തിക പരിഷ്കരണത്തിന് കഴിഞ്ഞില്ല എന്നാണ് ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു അവലോകനം, ഒരു അസസ്മെന്റ് വഴിയായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അടുത്തത് നമുക്ക് നോക്കാം, ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ്. Though the GDP growth rate has increased in the reform period, reform periodil GDP increase ചെയ്തെങ്കിലും scholars point out that reform-led growth has not generated sufficient employment opportunities in the country. നമ്മുടെ രാജ്യത്ത് വേണ്ടത്ര രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് സ്കോളറുകൾ, അതായത് സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുന്നത്. വേണ്ടത്ര, അതായത് GDP കൂടി, പക്ഷേ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൂട്ടാനായിട്ട്, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മാത്രം വലിയ കാര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ് സെക്ടറിൽ പറയുന്നത്. അടുത്തത് റിഫോംസ് ഇൻ അഗ്രികൾച്ചർ സെക്ടറിലെ പരിഷ്കാരങ്ങൾ വഴിയായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. റിഫോംസ് ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ബെനിഫിറ്റ് അഗ്രികൾച്ചർ, അതായത് ഈ സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൊണ്ട് കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ എസ്പെഷ്യലി ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ഫോളിൻ ഇൻ ദ റിഫോം പീരിയഡ്. ഇതിലെന്താണ് പറയുന്നത്, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, അഗ്രികൾച്ചർ സെക്ടറിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്താ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, അതൊന്നും റിഫോം പീരീഡിൽ സംഭവിച്ചില്ല, അതൊന്നും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും പറയുന്നത് എന്താണ്, ഈ സാമ്പത്തിക പരിഷ്കരണം കൊണ്ട് കാർഷിക മേഖലയ്ക്ക് വലിയ പ്രത്യേകിച്ച് ഒരു മാറ്റം ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളർച്ച നിരക്ക്, ഗ്രോത്ത്, അല്ലെങ്കിൽ GDP വളരെ കുറയുകയാണ് ഉണ്ടായത്. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? കാർഷിക മേഖലയില് ജലസേചനം, അതായത് നമ്മുടെ എന്താ പറയാ, ജലം വേണം, വെള്ളം, നമുക്ക് അതിന്റെ ഒരു പമ്പോ അങ്ങനത്തെ, മീൻസ് കൃഷി ചെയ്യാനായിട്ടുള്ള ജലസേചന പരിപാടികൾ. അതുപോലെ തന്നെ എന്തായിരിക്കും, വൈദ്യുതി, ഇലക്ട്രിസിറ്റി വേണം. അതുപോലെ തന്നെ റോഡുകൾ, നമുക്കറിയാം പണ്ട് കാലത്ത് അങ്ങനെ വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലായിരുന്നില്ല അല്ലെ. ഇപ്പൊ റോഡുകൾ, അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റ് വേണം അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയാ, പുതിയ തരത്തിലുള്ള ഇപ്പൊ എന്താ പറയാ, നല്ല തരത്തിലുള്ള ഇനങ്ങള്, വിളകള്, ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. പക്ഷെ അതൊന്നും
വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നും സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. റിമൂവൽ ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി ഹാസ് ലെഡ് ടു ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഹാസ് സെവറലി അഫക്റ്റഡ് ദ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ഇതിലെന്താണ് പറയുന്നത്? അതായത് രാസവള സബ്സിഡി, അതായത് ഫെർട്ടിലൈസർ സബ്സിഡി, അതായത് വില കുറച്ച് നമുക്ക് എന്താ പറയുക ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, അത് അതിൻ്റെ ഇത് റിമൂവ് ചെയ്തു, അത് ഇല്ലാണ്ടാക്കി. ഇതുമൂലം കാർഷിക ഉൽപാദന ചിലവ്, അതായത് പ്രൊഡക്ഷൻ ചെയ്യാൻ, അത് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ളതിന്റെ കോസ്റ്റ് വളരെയേറെ കൂടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഫാമേഴ്സിനെ അത് ഒരുപാട് ബാധിച്ചു. സ്മോൾ സ്കെയിൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതായത് ചെറുകിട ഫാമേഴ്സിനെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മാർജിനൽ വലിയ നല്ല വലുതായിട്ട് ഫാമിംഗ് നടത്തുന്ന ആൾക്കാരെ ആയാലും ഇത് ബാധിച്ചു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി. എന്തുകൊണ്ട്? റിമൂവൽ ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി. Export oriented policy strategies in agriculture lead to focusing on cash crops. അതായത് എക്സ്പോർട്ടിങ് കൂട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവർ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് എന്ത് എക്സ്പോർട്ടിങ്? ക്യാഷ് ക്രോപ്സ് ആണ്, അതായത് നാണ്യവിളകൾ. ഏതൊക്കെയാണ് നാണ്യവിളകൾ? കുരുമുളക്, ഏലം, ഇതൊക്കെയാണ് എന്ത്? നാണ്യവിളകൾ അല്ലെ. അപ്പൊ അതിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. എന്തുവഴി? എക്സ്പോർട്ട് മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചിരുന്നത്, അഗ്രികൾച്ചർ സെക്ടറിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരുന്നത് ക്യാഷ് ക്രോപ്സിന്റെ മെയിൻ ആയിട്ടും അവര് ഫോക്കസ് ചെയ്തിരുന്നത്. അത് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അല്ലാതെ നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രീതി വേണം എന്നുള്ളതല്ല നോക്കിയിരുന്നത്. ക്യാഷ് ക്രോപ്സ് ആണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. ദിസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫുഡ് ഗ്രേസ് കിട്ടാനുള്ള അവൈലബിലിറ്റി വളരെയേറെ കുറയും. അതിന്റെ പ്രൈസ് എന്തായിരിക്കും? കൂടല്ലേ ചെയ്യുക. നമുക്ക് എന്തിൻ്റെയും ഒരു പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി കുറയും, മാർക്കറ്റിൽ കുറയുമ്പോഴാണ് അതിന്റെ പ്രൈസ് വളരെയേറെ കൂടുക അല്ലെ. അപ്പോൾ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൈസ് കൂടി. മെയിനായിട്ടും എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ക്യാഷ് ക്രോപ്സ്. അപ്പൊ അതായിരിക്കും കൂടുതലായിട്ട് അവിടെ ഫാമിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുവഴിയായിട്ട് ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൈസ് വളരെയേറെ കൂടുകയും ചെയ്തു. ഇതാണ് എന്ത്? റിഫോംസ് ഇൻ അഗ്രികൾച്ചർ സെക്ടറിലുണ്ടായ മാറ്റങ്ങള്, പരിഷ്കാരങ്ങൾ. അപ്പോ ഇതൊക്കെ ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. റിഫോംസ് ഇൻ ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു അല്ലെ. അതുപോലെ എംപ്ലോയ്മെന്റിൽ വന്ന മാറ്റവും നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത്? റിഫോംസ് ഇൻ ഇൻഡസ്ട്രി. വ്യവസായ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഹാസ് ഓൾസോ റെക്കോർഡഡ് എ സ്ലോ ഡൗൺ. അതായത് ഇൻഡസ്ട്രിയൽ വ്യവസായ വളർച്ചാ നിരക്ക്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറയുന്നതും കുറഞ്ഞ തോതിലാണ് രേഖപ്പെടുത്തിയത്, അല്ലെങ്കിൽ കുറഞ്ഞ തോതിലാണ് വന്നതെന്ന്. എന്തില്? റിഫോംസ് കൊണ്ടുവന്നപ്പോൾ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഡിക്രീസിംഗ് ഡിമാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഡ്യൂ ടു ചീപ്പർ ഇമ്പോർട്ട്സ്, ഇൻആഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. അപ്പൊ എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറയാനായിട്ട് കാരണമായത്? എന്തുകൊണ്ടായിരിക്കാം? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഡിക്രീസിങ് ഡിമാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് അവിടെ കുറഞ്ഞു. ഡ്യൂ ടു ചീപ്പർ ഇമ്പോർട്ട്, ചീപ്പർ ആയിട്ടുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് വഴിയായി. അതുപോലെ തന്നെ ഇന്നാഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടും ചീപ്പർ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇറക്കുന്നത് വഴിയായിട്ടും ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് അവിടെ ഡിക്രീസ് ചെയ്തു. ഇതുവഴിയായിട്ട് എന്തുണ്ടായി? ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് പവർ സപ്ലൈ ഹാവ് റിമെയിൻഡ് ഇന്നാഡിക്വേറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണമെങ്കിൽ എന്തുണ്ടാവണം? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം അല്ലെ. നമുക്ക് ക്യാപിറ്റൽ അല്ല, എന്താ പറയാ, നമുക്കൊരു മൂലധനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ അല്ല. നമുക്ക് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒന്നും കൊണ്ടുവരാം, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നും പവർ സപ്ലൈ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ ഓരോരോ കാര്യങ്ങളായിക്കോട്ടെ, ഇതൊന്നും കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. Developing country like India still does not have the access to developed countries market because of high known tariff barriers. അതുപോലെ തന്നെ വളരെ ഉയർന്ന ടാരിഫ് നിയമങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, നികുതികള് കൂടുതൽ കാരണം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഒരു ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ സ്റ്റിൽ ഡസ് നോട്ട് ഹാവ് ദി ആക്സസ് ടു ഡെവലപ്ഡ് കൺട്രീസ് മാർക്കറ്റ് ബിക്കോസ് ഓഫ് ഹൈ നോൺ ടാരിഫ് ബാരിയേഴ്സ്. അതായത് കൂടുതലായിട്ടുള്ള നികുതികളും
അതും എല്ലാ സാധനങ്ങൾക്കും കൂടുതൽ നികുതി ചുമത്താണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ടാരിഫ് ഇറക്കുമതിക്കായാലും എക്സ്പോർട്ടിംഗ് ആയാലും ഇമ്പോർട്ടിംഗ് ആയാലും നമുക്ക് എന്ത് വേണം, ടാരിഫ് കൊടുക്കണം. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തില് ഡിക്ലൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ റിഫോംസ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അടുത്തതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരു വട്ടം പറഞ്ഞതാണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അല്ലെ. എവറി ഇയർ ദ ഗവൺമെന്റ് ഫിക്സസ് എ ടാർഗറ്റ് ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ enterprises. Critics point out that the assets of public sector enterprises have been undervalued and sold to the private sector. അതായത് മെയിനായിട്ടും ഇതിൽ പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി, അതായത് നമ്മൾ പബ്ലിക് സെക്ടറിന്റെ ഓഹരി വിൽക്കുകയാണ്. വിൽക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് എല്ലാ വർഷവും അതിന് എന്താ പറയാ ലക്ഷ്യം വെക്കാറുണ്ട്, ടാർഗറ്റ് ചെയ്യാറുണ്ട്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, അതായത് പബ്ലിക് സെക്ടറിന്റെ ഓഹരികൾ വിൽക്കുന്നതിന്, ഇക്വിറ്റീസ് വിൽക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് എല്ലാ വർഷവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ്, ഒരു ലക്ഷ്യം വെക്കാറുണ്ട്. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ 1991, 1992 ഇതില് പൊതുമേഖലയില് പ്രൈവറ്റൈസേഷൻ വഴിയായിട്ട് ലക്ഷ്യമിട്ടിരുന്ന തുക എന്ന് പറയുന്നത് 2500 കോടി രൂപ ആയിരുന്നു എന്ന്. പക്ഷെ ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിച്ചത് 3040 കോടി രൂപയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി 2010 അതായത് ലക്ഷ്യം വെച്ചതിനേക്കാൾ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് ആണ് നമുക്ക് ലഭിച്ചത്. ഇനി 2010-11 കാലഘട്ടത്തില് നമ്മളൊരു ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 4000 കോടി രൂപയായിരുന്നു. പക്ഷെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചത് എത്രയായിരുന്നു? വെറും 22,850 കോടി രൂപ മാത്രം. അപ്പോ അപ്പൊ ഇതിന് നമുക്ക് നല്ലൊരു ലാഭം കിട്ടുന്നുണ്ട് അല്ലെ. ഇതുവഴിയായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറുകളുടെ ഓഹരികള് കുറഞ്ഞ വിലയില് നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നു എന്നൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു ക്രിട്ടിക്സ് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു വിമർശനം ഉയർന്നു വന്നു. ഏതില്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയില്. Every year the government fixes a target for disinvestment of public sector enterprises. So critics point out that the assets of public sector enterprises have been undervalued and sold to the private sector. വളരെ കുറഞ്ഞ വിലക്ക്, അതായത് വളരെ ഇക്വിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ വിലയിൽ അത് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നു എന്നൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ടെന്ന്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ഓഫ്സെറ്റ് ദ ഷോർട്ടേജ് ഓഫ് ഗവൺമെന്റ് റവന്യൂ റാദർ ദാൻ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. മെയിനായിട്ടും ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴിയായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഷോർട്ടേജ് ഓഫ് ഗവൺമെന്റ് റവന്യൂസ്. ഗവൺമെന്റ് റവന്യൂസ്, വരുമാനത്തിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ് നികത്താനാണ്. എന്തിനു പുറമെ? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റിന് പുറമെ അതിനേക്കാളൊക്കെ കൂടുതൽ ഗവൺമെന്റിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ് നികത്താനാണ് മെയിനായിട്ടും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴിയായിട്ട് എന്തോരം ലാഭമാണ് നമ്മുടെ ഗവൺമെന്റിന് ലഭിച്ചിരുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ടോപ്പിക് എന്താന്ന് നോക്കാം. റിഫോംസ് ആൻഡ് ഫിസ്ക്കൽ പോളിസീസ്, അതായത് സാമ്പത്തിക പരിഷ്കാരങ്ങളും ധനത്തിന്റെ, അതായത് ഫിസ്ക്കൽ പോളിസീസ് എന്ന് പറഞ്ഞാൽ ധനനയം എന്നാണ് കേട്ടോ. അതായത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്. The tax reduction in the reform period aimed at yielding larger revenue and curb tax evasion, but it does not achieve the fruitful result. മെയിനായിട്ടും ടാക്സുകൾ, അതായത് നികുതി കുറയ്ക്കുക, പൊതുചെലവുകള് നമ്മൾ മെയിനായിട്ടും പ്രത്യേകിച്ച് എന്തൊക്കെയാണ്, സാമൂഹ്യ മേഖലയിലുള്ള ചെലവുകൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത്, സാമ്പത്തിക പരിഷ്കരണത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. പക്ഷെ നികുതി നിരക്ക് കുറയ്ക്കലിലൂടെ മെയിനായിട്ടും ലക്ഷ്യമിട്ടത് ഉയർന്ന വരുമാനവും നികുതി വെട്ടിപ്പ് നിയന്ത്രണവും. ഓക്കെ, അതാണ് എന്ത് ടാക്സ് ഇവാഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം ഗവൺമെന്റിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചില്ല എന്നാണ്
പറയുന്നത്. ടാക്സ് റിഡക്ഷൻ ഇൻ ദി റിഫോം പീരിയഡ് എയിംഡ് അറ്റ് yielding larger revenue and curb tax evasion, but it does not achieve the fruitful result. നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിച്ചില്ലാന്ന്, കൂടുതൽ വരുമാനം നമുക്ക് ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. റിഫോം പോളിസീസ് ഇൻവോൾവിംഗ് ടാരിഫ് റിഡക്ഷൻ ഹാവ് curtailed the scope for raising revenue through custom duties. കസ്റ്റം ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് എന്താ പറയാ, അതായത് ഇന്റർനാഷണൽ ബൗണ്ടറീസ് കഴിഞ്ഞ് കടന്നു വരുന്ന, ഇപ്പൊ എന്താ നമ്മുടെ ഇന്ത്യ രാജ്യം, ആ ബൗണ്ടറി കടന്നു വരുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേലെ ചുമത്തുന്ന നികുതിനെയാണ് എന്ത് കസ്റ്റം ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം സാധനങ്ങൾ ഇറക്കുമതിയും കയറ്റുമതിയും എല്ലാം ചെയ്യുന്നതിനാണ് എന്തെന്ന്, അതിന് നമ്മളൊരു നിശ്ചിത എമൗണ്ട് ടാരിഫ് ഏർപ്പെടുത്തും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് കസ്റ്റം ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫോം ആൻഡ് ഫിസ്ക്കൽ പോളിസീസിലെ മെയിൻ ആയിട്ടും പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ നികുതി കുറച്ചു അല്ലെ, ടാരിഫ് റിഡക്ഷൻ നമ്മൾ നടത്തി. അപ്പോൾ ഇത് മെയിനായിട്ടും ലക്ഷ്യമിട്ടത് ഉയർന്ന വരുമാനം, അതുപോലെ തന്നെ നികുതി വെട്ടിപ്പ് അത് നിയന്ത്രിക്കുക, ഇതായിരുന്നു മെയിനായിട്ടും ഉദ്ദേശിച്ചിരുന്നത്. ഇത് പക്ഷെ ഇതൊക്കെ കൊണ്ടുവന്നത് വഴിയായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിച്ചില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടീസ് ഇത് കുറച്ചതിലൂടെയും നമ്മുടെ നികുതി വരുമാന വർധനവിനുള്ള സാധ്യത വളരെയേറെ കുറയുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് റിഫോംസ് ആൻഡ് ഫിസ്ക്കൽ പോളിസീസിലെ മെയിൻ ആയിട്ടും പറഞ്ഞത്. അതായത് നികുതി ഇളവ് വരുത്തിയെങ്കിലും നമുക്ക് വേണ്ടത്ര റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ എന്ത് നമ്മള് കസ്റ്റം ഡ്യൂട്ടീസും നമ്മൾ കുറച്ചു, പക്ഷെ എന്നാലും നമുക്ക് വരുമാനം കൂടുതൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സഹായിച്ചില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് റിഫോംസ് ആൻഡ് ഫിസ്ക്കൽ പോളിസീസിലെ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ. ഇതിലൊക്കെ ഓരോ സെക്ടറിലും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കണം. ചിലപ്പോൾ എസ് ഐക്കൊക്കെ ചിലപ്പോൾ ചോദിക്കും ഈ ചാപ്റ്റർ ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ മാത്രമായിട്ട് എടുത്ത് ചോദിക്കും, അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ലിബറലൈസേഷൻ. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കണം. ഇപ്പോ ലിബറലൈസേഷൻ ആണെങ്കിൽ ഏതൊക്കെ സെക്ടറിൽ മാറ്റങ്ങൾ വന്നു, പ്രൈവറ്റൈസേഷൻ എന്താണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഗ്ലോബലൈസേഷൻ ആണെങ്കിൽ ഔട്ട്സോഴ്സിങ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, പിന്നെ റിഫോം പീരീഡിൽ എന്തൊക്കെ ഓരോ സെക്ടറിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഗ്രോത്ത് റേറ്റ്, അത് ഏതൊക്കെ സെക്ടറുകളിൽ ഗ്രോത്തും, ഇപ്പൊ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നല്ലോണം പഠിക്കണം. ഓക്കെ, നമ്മളപ്പോ ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ടീച്ചറോട് ചോദിച്ചോളൂ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. അപ്പൊ ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവരും നല്ലോണം ഇരുന്ന് പഠിക്കുക. ഞാൻ അടുത്ത ദിവസം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ നോട്ട്സ് ടീച്ചർ ഇടാം. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ല. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.